രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കാരുണ്യ പദ്ധതിയുള്ള സർക്കാരിന്റെ അവഗണനയ്ക്ക് കൂടുതൽ തെളിവ് ലഭിച്ചിരിക്കുകയാണ്. പദ്ധതിയുടെ പ്രതിസന്ധി പരിഹാര സമിതി രൂപീകരിക്കണമെന്ന ആവശ്യം നടപ്പിലാക്കാനും 11 മാസങ്ങൾ നീണ്ടു എന്നതാണ് കാര്യം. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ താങ്ങായി ജനങ്ങൾ കരുതിയിരുന്നതാണ്. പാവപ്പെട്ട ഒരു കുടുംബത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വൈദ്യസഹായത്തിന്റെ സാമ്പത്തിക സോഴ്സ് ആയിരുന്നു കാരുണ്യ പദ്ധതി. ആ പദ്ധതി നിർത്തലാക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സത്യത്തിൽ കേരളത്തിൽ തുടർന്നു വന്ന സൗജന്യ ചികിത്സ എന്ന് പറയുന്ന വികാരത്തിന് വിരുദ്ധമായിട്ടാണ് വന്നത്. അതിനുശേഷം ഇപ്പൊ വന്നിരിക്കുന്നത് ഇവിടെ പ്രൈവറ്റ് ആശുപത്രികൾ മാത്രമല്ല, മെഡിക്കൽ കോളേജുകളിൽ പോലും അല്ലെങ്കിൽ സർക്കാരിന്റെ ആശുപത്രികളിൽ പോലും ഇപ്പൊ കാരുണ്യ പദ്ധതി അനുസരിച്ച് അവർക്ക് സഹായം കൊടുക്കുന്നതേ ഇല്ല. അപ്പോ മെഡിക്കൽ കോളേജുകള് ഒഴിവാക്കി മറ്റേ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ ഒഴിവാക്കി, അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള 4 കോടി രൂപയുണ്ട്. മാത്രമല്ല മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി മേടിച്ചിരുന്ന മരുന്നിന് ഉള്ള പണവും കൊടുത്തിട്ടില്ല. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ യഥാർത്ഥത്തിൽ പാവങ്ങളായ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സഹായം പരിപൂർണമായി ഇല്ലാതായി എന്ന് നമുക്ക് കരുതാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ 2023 ജൂൺ മാസത്തോടെയാണ് ധനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്ന് ധനകാര്യ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഉപസമിതിയെ രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. എന്നാൽ ഇത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ ഒരു 11 മാസത്തെ കാലാവധിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും ആരുടെ അനാസ്ഥയെന്ന് പറയാൻ സാധിക്കും? ഇതിനിപ്പോ ഉപസമിതി എടുത്തിട്ട് കാര്യമില്ല. ഇവിടെ ഖജനാവിന്റെ പണം കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിൽ രണ്ടാമത്തെ ഒരു ഘടകം കൂടിയുണ്ട്. കഴിഞ്ഞ ബജറ്റില് ഇവിടെ നമ്മളുടെ ആരോഗ്യ വകുപ്പിന് കൊടുത്തിരുന്ന തുക വെട്ടിക്കുറച്ചു. അതിന് തൊട്ടു മുമ്പുള്ള ബജറ്റ് തുകയേക്കാൾ വളരെ കുറച്ചു കഴിഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? ഇതുപോലുള്ള സൗജന്യങ്ങളെല്ലാം വേണ്ട എന്ന് 2 വർഷം മുമ്പേ തീരുമാനമെടുത്തു എന്ന് തന്നെയാണ്. അതിന്റെ പ്രതിഫലങ്ങളിലൊക്കെയാണ് പിന്നീട് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് ഗവൺമെന്റ് ഈ വൈദ്യസഹായ പദ്ധതിയെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. ഗവൺമെന്റ് അത് സാവകാശമായി അത് ക്ലിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് എടുത്തത്. അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. അതിന്റെ ഫാഗ് എൻഡിൽ വന്നപ്പോൾ അതിന്റെ എൻഡ് പോയിന്റിലുള്ള ആശുപത്രികൾ ഏറ്റവും കൂടുതൽ വിഷമത്തിലായി. അവിടെ എത്തുന്ന രോഗികൾ അതിനേക്കാൾ കൂടുതൽ കഷ്ടത്തിലായി. പക്ഷേ സർക്കാരിനൊപ്പം ഈ ആരോഗ്യ വകുപ്പും ഒപ്പം ഈ ധനകാര്യ വകുപ്പിനും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയേണ്ട സാഹചര്യമല്ലേ ഉള്ളത്? നിശ്ചയമായിട്ടും. പക്ഷെ അവർ മിണ്ടുന്നില്ല. അവരിതിനെക്കുറിച്ച് ആലോചിച്ചേയില്ല. കാരുണ്യ പദ്ധതി നിർത്തലാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ ചോദ്യം ചെയ്തതാണ്. കാരണം കാരുണ്യ പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ തുടങ്ങിയത് വേറൊരു ഗവൺമെന്റ് കാലത്താണെങ്കിലും അന്ന് അതിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ശ്രീ കെ എം മാണിയുടെ പാർട്ടിയും ഈ മുന്നണിക്കകത്ത് നിൽക്കുകയാണ്. അവരുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ജനങ്ങൾ അറിയണ്ടേ? അവര് ഭംഗ്യം തരേണ്ട ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയോ ഈ പദ്ധതി തുടങ്ങണം എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഫലത്തിൽ തീരുമാനമുണ്ടോ? ഒരു തീരുമാനവും ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രകടമായ ഉദാഹരണമല്ലേ ഈ ആശുപത്രികളിൽ കഴിയുന്ന ആളുകൾക്ക് ചികിത്സ തുടരാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിരുന്നു. അതിന് ഈ ഗവൺമെന്റ് തീരുമാനമെടുത്തിരുന്നു. ഒരു കാരണവശാലും കേരളത്തിലെ ജനത അത് അംഗീകരിക്കില്ല. കാരണം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പരിരക്ഷ ഇല്ലാതായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനം ടിവിയോട് പ്രതികരിച്ചതിന്